ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ്. ഒരു ഗുഡ് മോർണിംഗോടെ തുടങ്ങുമ്പോൾ നല്ലത് മാത്രം ആശംസിച്ചു കൊണ്ടുള്ള ഒരു തുടക്കമാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ദോശയും നല്ല കട്ട ചമ്മന്തിയാണ് ഇന്നത്തെ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള വിഭവം. ഞാൻ ഈ ചമ്മന്തിയും ദോശയും എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ചമ്മന്തിയും ദോശയും ചൂടെ ആർക്കും അറിഞ്ഞുകൂടിയെന്ന്. അങ്ങനെയല്ല, ഒരു ചമ്മന്തി പോലും അരയ്ക്കാൻ അറിയില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചമ്മന്തിയെങ്കിലും അരയ്ക്കാൻ എൻ്റെ ഈ ഒരു വീഡിയോ ഒരു മോട്ടിവേഷൻ ആവുമെങ്കിൽ അതങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചമ്മന്തിക്ക് നമുക്ക് വെള്ള ചമ്മന്തി ഉണ്ടാക്കാം, ചുവന്ന ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ രണ്ടും മുളകിൻ്റെ ഇതാണ്. വെള്ള ചമ്മന്തിക്ക് പച്ചമുളകും, ചുവന്ന ചമ്മന്തിക്കാണെങ്കിൽ ചുവന്ന മുളകുമാണ്, വറ്റൽ മുളകാണ്. ഞാനിപ്പോൾ അരയ്ക്കാൻ പോകുന്നത് ചുവന്ന ചമ്മന്തിയാണ്. അപ്പോൾ പൊടി ചേർക്കാം. അപ്പം ചെറിയ ഉള്ളി ഒരു കഷ്ണം, ജീരകം, ലേശം ഉപ്പ് നമ്മൾ ആവശ്യത്തിന് എടുത്താൽ മതി. ലേശം ഉപ്പ്, ശകലം മുളക് പൊടി, ശകലം എന്ന് പറഞ്ഞാൽ ഒരു അര സ്പൂണ്. നമ്മൾ എത്രയാണോ തേങ്ങ എടുക്കുന്നത് അതിന് കണക്കാക്കി, എരിവ് കണക്കാക്കി ലേശം തേങ്ങ. അപ്പോൾ ഇത്രയും കൂടി ഇട്ട് 2 കരിയേപ്പില കൂടി ഞാൻ ഇടയ്ക്കൊക്കെ അരയ്ക്കും, പക്ഷേ എൻ്റെ മോക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ അരച്ചില്ല. 2 കരിയേപ്പിലയുടെ ഇതിൽ കൂടി ഇട്ടാൽ നന്നായിരിക്കും, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ഉപ്പും കൂടിയൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് ഞവടിയാണ് മിക്സിയിലേക്ക് ഇട്ടത്. നല്ല വൃത്തിയോ ഒന്ന് അടിച്ചെടുക്കുമ്പോൾ നല്ല സൂപ്പറായിട്ടുള്ളൊരു ഒരു 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 മയം കിട്ടാൻ വേണ്ടിയിട്ട് പൂര വെള്ളം, ഒരു ശക്കലം വെള്ളം കൂടെ അതിലേക്ക് ചേർക്കുക. അപ്പോഴും നല്ല പുറപുറായിരിക്കാതെ ആ ഒരു കുഴഞ്ഞ പരുവത്തിലിരിക്കും. അത് ശകലം ഇഞ്ചി കൂടി ചേർത്താൽ അതിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു കട്ടിച്ചമ്മന്തി ഉണ്ടാക്കി ദോശയും. ഇടയ്ക്ക് മാത്രമേ ഞാൻ കട്ടിച്ചമ്മന്തി ഉണ്ടാക്കാവൂ, എപ്പോഴും കറിയാണ് ഇവിടെ ഇഷ്ടം. അപ്പോൾ കറി ഉണ്ടാക്കുന്നത് തീരെ ഇതുപോലെ സമയം കിട്ടാതെ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ പെട്ടെന്ന് കട്ടിച്ചമ്മന്തിയൊക്കെ അരയ്ക്കും. അങ്ങനെയാണ്. ചിലപ്പോൾ ഉള്ളിയും മുളകും ഇതൊക്കെ കൂടി ഇട്ട് അല്ലാത്ത ചമ്മന്തി അരയ്ക്കും. അപ്പം ഓരോരുത്തർ സമയത്തിൻ്റെ ഇതിന് പോലെ. അപ്പോഴും തോരനും കൂടെ വയ്ക്കുന്നതും കൂടെ ഒന്ന് പറയാം. അപ്പോൾ ഞാനിന്ന് എടുത്തിട്ടുള്ളത് ക്യാരറ്റും കുറച്ച് അമരയ്ക്ക ഉണ്ടായിരുന്നു, അതും കൂടെ എടുത്താണ് തോരൻ വയ്ക്കുക. അപ്പോൾ അതിന് അരമുറി തേങ്ങയും എടുത്ത്, പച്ചമുളകാണ് ഞാൻ അതിന് ചേർത്തത്. പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ലേശം ജീരകം, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ഇത്തുപൂര ഉപ്പ്. അപ്പോൾ ഇത്രയും കൂടെ ചേർത്താണ് ഞാൻ ഞവടി ഒന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചിട്ട് 2 കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അത് പറയാൻ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടാണ് അടിച്ചൊന്ന് റെഡിയാക്കി. എന്ന് വെച്ചാൽ നല്ല അരകണ്ട, ചെറിയൊരു ചതഞ്ഞ പരുവത്തിന് ഒരു അടിക്കുമ്പോൾ അത് എല്ലാം കൂടെ മിക്സായി വരും. അങ്ങനെ കടുവറുത്ത് ഞാൻ അമരയ്ക്ക തട്ടി അത് വെന്തതിന് ശേഷമാണ് ലാസ്റ്റിലാണ് ഈ തേങ്ങ അതിൻ്റെ പുറത്ത് ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ ഈ അമരയ്ക്ക അത് അടിയിലുള്ളത് വേകുമ്പോൾ അതിൻ്റെ ആവിയിൽ നിന്ന് തന്നെ കുറച്ച് നേരം അടച്ച് വെച്ചിക്കണം. അപ്പോൾ അത് റെഡിയായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഇളക്കി കൊടുത്ത് നല്ലതായിട്ട് ചൂടോടെ നമുക്ക് എടുക്കാം. നല്ല ടേസ്റ്റ്, നല്ലൊരു കിടിലൻ. അങ്ങനെ ഞാനൊരു അടിപൊളി ചമ്മന്തിയും ഒരു അടിപൊളി തോരനും, പറയുന്നത് പോലെ അല്ല കേട്ടോ, പൊലിപ്പിച്ച് പറയുന്നതല്ല, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വലുതായിട്ടൊന്നുമല്ല, കുറേ ലെങ്തിലിട്ടിട്ടൊന്നും കാര്യമില്ല, 3 മിനിറ്റിൽ എങ്ങനെയെങ്കിലും റെഡിയാക്കി എടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.